എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. SLC +1 +2 പബ്ലിക് എക്സാം 2025 റിസൾട്ട് വൈകും. വാല്യുവേഷൻ നിർത്തിവെച്ചു. എത്ര ദിവസത്തേക്കാണ് വാല്യുവേഷൻ ക്യാമ്പ് നിർത്തിവെച്ചത്? റിസൾട്ട് പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകൾ, ഹൗ ടു ചെക്ക് +1 +2 SLC +1 +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC +1 +2 പബ്ലിക് എക്സാം 2025 റിസൾട്ട് നമ്മൾ ആദ്യമേ കേട്ടതാണ്. SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിലും +2 പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യം അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? റിസൾട്ട് വൈകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം വാല്യുവേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരാഴ്ച, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. ഇന്ന് ഓശാന ഞായർ, ഇപ്പോൾ നാളെ വിഷു. അത് കഴിഞ്ഞ് ഈ ആഴ്ചത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരാഴ്ച വാല്യുവേഷൻ ക്യാമ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം നാളെ തിങ്കളാഴ്ച വിഷു, ശേഷം ചൊവ്വാഴ്ച ബുധനാഴ്ച കഴിഞ്ഞ് പെസഹ വ്യാഴാഴ്ച പെസഹ, വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ശനിയാഴ്ച ദുഃഖശനി എന്ന് പറയും, ഞായറാഴ്ച ഈസ്റ്റർ. ഇനി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച, ഈ തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്യുകയാണ്? വെള്ളിയാഴ്ച വരെയുള്ള 5 ദിവസങ്ങളിൽ വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കില്ല. ഈ വരുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യില്ല? വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കില്ല. വാല്യുവേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം തിങ്കളാഴ്ച വിഷു, പിന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ ഉള്ളൂ. ചൊവ്വയും ബുധനും, പിന്നെ വ്യാഴാഴ്ച പെസഹ, വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ശനി ദുഃഖശനി, ഞായർ ഈസ്റ്റർ. ഇനി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവായി പ്രവർത്തിക്കുകയുള്ളൂ. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതലേ വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച വാല്യുവേഷൻ ക്യാമ്പ് നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് വൈകാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ രണ്ടാം ഘട്ട വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ആയിരുന്നു ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച വാല്യുവേഷൻ ക്യാമ്പ് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. ഈ തിങ്കളാഴ്ച മുതൽ വാല്യുവേഷൻ ക്യാമ്പ് ഇല്ല. അടുത്ത തിങ്കളാഴ്ച മുതൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതലേ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവ് ആകുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ വാല്യുവേഷൻ പ്രൊസീജിയറുകളിൽ ഒരാഴ്ചത്തെ ഡിലേ വരികയാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും കുറച്ചും കൂടി ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ഡിലേ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകളിലേക്കാണ്. SLC പരീക്ഷാഫലവും +2 പരീക്ഷാഫലവും നിരവധി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും. SLC പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് kite.kerala.gov.in, parikshavavan.kerala.gov.in, iExams എന്നിങ്ങനെ പല വെബ്സൈറ്റുകളിലും kite.kerala.gov.in, parikshavavan.kerala.gov.in, iExamsൻ്റെ വെബ്സൈറ്റിൽ പിന്നെ എല്ലാം നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാണ്. ഈ വെബ്സൈറ്റുകളിലെല്ലാം നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. +2 റിസൾട്ടും അതുപോലെ തന്നെ kerala-results.nic.in, kite.kerala.gov.in, അതുപോലെ തന്നെ parikshavavan.kerala.gov.in എന്നിങ്ങനെ നിരവധി വെബ്സൈറ്റുകളിൽ +2 പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും. എല്ലാ വെബ്സൈറ്റിലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ +1 റിസൾട്ട് ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. kerala-results.nic.in ആണ്. SLC പരീക്ഷാഫലം പോലെയും +2 പരീക്ഷാഫലം പോലെയും നിരവധി വെബ്സൈറ്റുകളിലൊന്നും +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കില്ല. പിന്നെ അതുമാത്രമല്ല, SLC പരീക്ഷാഫലവും +2 പരീക്ഷാഫലവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വന്ന് പത്രസമ്മേളനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾ എല്ലാ വർഷവും കാണാറുണ്ട് SLC പരീക്ഷാഫലം ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ വന്ന് 3 മണിക്ക് പത്രസമ്മേളനം ആരംഭിക്കും. 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക്
പരീക്ഷാഫലം ലഭ്യമാകും. SLCയുടെ കേസെടുത്താലും പ്ലസ് ടുവിൻ്റെ കേസെടുത്താലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം മാത്രമാണ് റിസൾട്ട് ലഭ്യമാകുക. അതായത് എന്താണ്, ഒരു ഔദ്യോഗിക പത്രസമ്മേളന പരിപാടിയിലൂടെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ പ്ലസ് വൺ റിസൾട്ട് അങ്ങനെയല്ല പ്രസിദ്ധീകരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വന്ന് പത്രസമ്മേളനം വിളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അത് DHSC എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പുറത്തു വിടുകയാണ്. അത് എപ്പോൾ പുറത്തു വിടുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓരോ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ മെയ് മാസം 28-ാം തീയതി പുറത്തു വിട്ടു. ബാക്കി എല്ലാ വർഷങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളാണ്. ഇപ്പം ഞാൻ 2022 അഡ്മിഷനാണ്. അപ്പോൾ 2023 ജൂലൈ 14-നാണ് എൻ്റെ പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തു വരുന്നത്. നിങ്ങൾ ഏതൊരു വർഷത്തെ പ്ലസ് വൺ പരീക്ഷാഫലം എടുത്താലും ജൂൺ ഓർ ജൂലൈ ആണ്. കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ാം തീയതി വന്ന് ഈ വർഷവും ഒരു മെയ് മാസം തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മെയ് അല്ലെങ്കിൽ ജൂണിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞോട്ടെ, SLC പരീക്ഷാഫലം വന്നതിന് ശേഷവും ആദ്യം വരുന്നത് SLC പരീക്ഷാഫലമായിരിക്കും. ആദ്യം പുറത്ത് വരിക SLC പരീക്ഷാഫലമായിരിക്കും. ശേഷം പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, ശേഷം പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിടും. ഈ പ്ലസ് ടു പരീക്ഷാഫലവും വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തുവിടുള്ളൂ. ആദ്യം SLC വരും, പിന്നെ പ്ലസ് ടു വരും, പിന്നെ മാത്രമാണ് പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തുവിടുക. ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, പിന്നെ പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിടും, പിന്നെയാണ് പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തുവിടും. ഇങ്ങനെ ഈ SLC ഫലവും പ്ലസ് ടു ഫലവും വന്നതിന് ശേഷം മാത്രമേ പ്ലസ് വൺ പരീക്ഷാഫലം വരുള്ളൂ. ഒന്നുകൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വിടാം. ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, ശേഷം പ്ലസ് ടു പുറത്തുവിടും, പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിടും, ശേഷം പ്ലസ് വൺ പരീക്ഷാഫലം മാത്രമേ പുറത്തുവിടുകയുള്ളൂ. എന്തായാലും റിസൾട്ട് SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. പ്ലസ് ടു പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചത്. അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് എന്തായാലും ഒരാഴ്ച ഡിലേ ആവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നാളെ തിങ്കളാഴ്ച വിഷു, ശേഷം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ ലീവില്ലാത്തുള്ളൂ. വ്യാഴാഴ്ച പെസക, വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ശനി ദുഃഖശനി, ഞായർ ഈസ്റ്റർ. അപ്പോൾ ഈ ഒരാഴ്ച, ഈ തിങ്കൾ ടു ശനി വരെ എന്നുള്ള ഒരാഴ്ച കാലം എന്ത് ചെയ്യാണ്, വാല്യുവേഷൻ ക്യാമ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. വാല്യുവേഷൻ ക്യാമ്പ് ഇല്ല. ഒരാഴ്ച എന്താണ്, വാല്യുവേഷൻ ക്യാമ്പിന് ലീവാണ്. ഒരാഴ്ച വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കില്ല. പിന്നെ എന്ത് ചെയ്യും, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവ് ആവുള്ളൂ. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവായി പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച എന്ത് ചെയ്യും, വാല്യുവേഷൻ ക്യാമ്പിന് ഡിലേ വരികയാണ്. ഒരാഴ്ച അവിടെ വാല്യുവേഷൻ ക്യാമ്പ് ഡിലേ വരികയാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടും അതിനോടൊപ്പം തന്നെ, ഇപ്പം വാല്യുവേഷൻ വൈകിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടാബുലേഷൻ വർക്കും. ടാബുലേഷൻ മീൻസ് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ വർക്ക് എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, വാല്യുവേഷൻ വൈകിയാൽ ടാബുലേഷൻ വൈകും, ടാബുലേഷൻ വൈകിയാൽ റിസൾട്ടും വൈകും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷൻ വൈകുന്നതുകൊണ്ട് ടാബുലേഷനും വൈകും. അതുകൊണ്ട് തന്നെ റിസൾട്ടും വൈകാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.